ഈ പ്രാവശ്യത്തെ പുൽക്കൂടെ ഒരു ബ്രഹ്മയുഗ മൂടാക്കിയാലോ? ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡാർക്ക് മൂഡ്. പാതിര കുർബാന കഴിഞ്ഞിട്ടായോണ്ട് പിള്ളേർക്ക് ഓരോ ടോർച്ചും കൂടി കൊടുത്തോ, സൂപ്പറാവും. എന്നാ രാജമൗലി പറ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കപ്പല്ലേ ചെയ്തേ, ഇപ്രാവശ്യം ഫ്ലൈറ്റ് പിടിച്ചാലോ? ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ്. മോനെ നോക്കിയേ, ദേരികേടി കിളികളോട് സൊല്ലണു. വല്ല കൈനോട്ടക്കാരനാവും മോനെ. അത് തത്തല്ലട മോനെ, പ്രാവാണ്. ഇതല്ല കിളി പോയ ഗഡിയാവും. അത് ശരിയാണല്ലോ. പക്ഷേ ഞാൻ ഈ ഗഡിയെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പൊന്നു മക്കളെ, അത് നമ്മുടെ ഫ്രാൻസിസ് പുണ്യാളനാണ്. സീൻ മോനെ, അസീസി പുണ്യാളനോ? പുണ്യാളോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ ബ്രദേഴ്സ്. പുണ്യാള, ഞങ്ങൾ അച്ഛന്മാരാവുമ്പോന്ന് തോന്നല്ല, ഞങ്ങൾ ഓൾട്ടർ ബോയ്സ് ആണ്. എന്റെ മക്കളെ, അസീസി പുണ്യാളൻ എല്ലാവരെയും സഹോദരന്മാരെ എന്നാ വിളിക്കാറ്. ഇപ്പൊ കിട്ടി ബ്രോ. പുണ്യാള, ഇവര് പുൽക്കൂടിന് ബാഹുബലി സെറ്റ് ഇടണോ അതോ കാന്താര സെറ്റ് ഇടണോ എന്ന് ആലോചിക്കുക. എന്റെ പുണ്യാള, അപ്ഡേറ്റ് ആയില്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആവും. പക്ഷെ വേറെ കാര്യങ്ങൾ കേട്ടല്ലോ, ക്രിസ്മസിന് പുൽക്കൂടുണ്ടാക്കുന്നതിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ ബ്രോയിഡാണെന്ന്. സംഗതി സത്യാണോ? അങ്ങനെയൊക്കെയാണ് ആളുകൾ പറയണേ. പണ്ട് ഗ്രച്ചിയോ എന്ന സ്ഥലത്ത് വെച്ച് എനിക്കൊരു ആഗ്രഹം. ആ കാലിത്തൊഴുത്തിലെ തണിപ്പും വൈക്കോലിന്റെ മണവും ആ പാവപ്പെട്ട ഉണ്ണീശോയുടെ അവസ്ഥയൊക്കെ ഒന്ന് റിക്രിയേറ്റ് ചെയ്യണമെന്ന്. ബെത്ലഹേമിലെ ആ രാത്രി ഞാൻ ഇറ്റലിയിൽ അങ്ങോട്ട് സെറ്റാക്കി. അപ്പൊ ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയത് ബ്രോയാണോ? രൂപങ്ങളൊന്നുമില്ലടാ, എല്ലാം 100% ഓർഗാനിക്. ഒറിജിനൽ കഴുതയും കാളയും ഒക്കെ നിരത്തി അങ്ങോട്ട് ഉണ്ടാക്കി. അതെ, 50 പൈസ പോലും ചെലവില്ലാതെ ഈശോ ജനനത്തിന്റെ ഓർമ്മയ്ക്കായി 50,000 രൂപ പൊട്ടിക്കുമ്പോഴേ ഈശോ ഹാപ്പി ആണെന്ന് നമ്മൾ ആലോചിക്കണ്ടേ? ഇപ്രാവശ്യം നോക്കിക്കോ, പുണ്യാളം പറഞ്ഞ പോലെ പവറാക്കും. എങ്കിൽ പിന്നെ ഇന്നത്തെ സുർജപം അസീസി സ്റ്റൈലായാലോ? എന്റെ ഉണ്ണീശോയെ, എന്റെ ഉണ്ണീശോയെ, സകല സൃഷ്ടികളും അങ്ങേ വാഴ്ത്തട്ടെ, അങ്ങേ വാഴ്ത്തട്ടെ. എന്നാ പിന്നെ സൽപ്രവൃത്തിയും അസ്വീസും കൂടാക്കാം. ഇന്നത്തെ ദിവസം എല്ലാവരും മൊബൈൽ നോമ്പെടുത്താലോ? ഫോണൊക്കെ മാറ്റി വെച്ച് ഉണ്ണീശോയോട് ഒന്ന് സംസാരിക്കാം. എന്താ ബ്രോ, മിന്നിക്കല്ലേ? മിന്നിക്കും.